ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഏപ്രിൽ 4-ാം തീയതി നമ്മുടെ നാട്ടിലെ പൂരമായിരുന്നു, ആര്യങ്കാവ് പൂരം. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുതിരകളി ദിവസത്തെയും പൂരത്തിൻ്റെയും അതുപോലെ പകൽ പൂരത്തിൻ്റെയൊക്കെ വളരെ കുറച്ച്. അപ്പോൾ വിചാരിച്ചു ഒരു വ്ളോഗ് അങ്ങോട്ട് ഇട്ടേക്കാമെന്ന്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഇത് പൂരത്തിൻ്റെ തലേ ദിവസമാണ്, അതായത് കുതിരകളി ദിവസം. കുതിരകളി ദിവസത്തിൻ്റെ അന്ന് കാവിൽ നല്ല അടിപൊളി പരിപാടികൾ നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ വീടിനടുത്തുനിന്ന് ഇതുപോലെ പരിപാടികൾ പോകാൻ തുടങ്ങിയത്. അതിൽ എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പരിപാടി ഗംഭീരമായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നതാണ്. അതുപോലെ DJ ആയിരുന്നു. DJ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പെർമിഷനൊന്നും കിട്ടിയില്ല DJ കൊണ്ടുവരാൻ, അതുകൊണ്ട് തമ്പോലെയാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വന്നില്ലെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു. എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോയി. അങ്ങനെ ഏകദേശം 7:30 വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയ പരിപാടി ഞങ്ങളൊരു 11:30 ആയപ്പോഴാണ് കാവിലെത്തിയത്. അവിടെ അപ്പോഴും കുതിരകളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 12 മണി നേരത്തെ ആളുകളെയാണ് കേട്ടോ നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണമായിട്ട് അറിയാമല്ലോ, ഡാൻസ് കളിക്കുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാലുവേദന, നടുവേദന എന്നുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം പൂരപ്പറമ്പിലൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചു. കാരണം ഫുഡൊന്നും കഴിക്കാതെ ഇറങ്ങി. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു. ഇനി നമുക്ക് 3 കിലോമീറ്ററാണ് നമ്മൾ അങ്ങോട്ട് നടന്ന് വന്നത്. അത് ഡാൻസ് കളിച്ചതുകൊണ്ട് ആ ഫ്ലോയിൽ ഇങ്ങനെ വന്നു. ഇനി തിരിച്ച് നടക്കണം എന്നാലോചിച്ച് സങ്കടപ്പെട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി രാവിലെ കാണാം. അപ്പോൾ ഇത് പൂരത്തിൻ്റെ രാവിലെ ദിവസമാണ്. പൂരത്തിൻ്റെ അന്നത്തെ എനിക്ക് അത്രയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഞാൻ അവരുടെ കൂടെയൊക്കെ ആയിരുന്നു കൂടുതൽ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ചൂട് കാരണം ഞങ്ങൾ വൈകുന്നേരം പൂരത്തിന് പോയില്ല. 7 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ അവിടെ തന്നെ നിന്ന് കണ്ടു. തിരക്കൊന്നും ഒരു വിഷയമല്ല പറഞ്ഞിട്ടായിരുന്നു അച്ഛൻ നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കാവിൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് നേരം പൂരപ്പറമ്പിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു, പന്തലൊക്കെ കണ്ടു. വേറെ സാധനങ്ങളൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ അപ്പോഴേക്കും അവിടെ അടിയൊക്കെ നടന്നപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കാവിൽ പോയ സാധനങ്ങളൊക്കെ മേടിക്കാറ്. രാവിലെ വളരെ ആളുകൾ കുറവായിരുന്നു, കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങളും സാധനങ്ങളും പൊരിയൊക്കെ മേടിച്ചു. പിന്നെ ഏതെങ്കിലുമൊക്കെ റൈഡിൽ രാവിലെയാണ് കയറാറുള്ളത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തോണിയിൽ കയറാം, കുട്ടികൾക്കൊന്നും കയറണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും എൻ്റെ 2 ചേച്ചിമാരും കൂടെയാണ് ഞങ്ങൾ തോണിയിൽ കയറിയത്. ഈ തോണി ഭയങ്കര വലുതായിരുന്നു, അതുകൊണ്ട് നല്ല ഉയരത്തിലേക്കും പോകുന്നുണ്ടായിരുന്നു. നല്ല സുഖമായിരുന്നു. പിന്നെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഗൈസ്, അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.